അത് ഒരു പാർട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പണി തന്നു. അടുത്ത സ്റ്റേജിലേക്ക് അവനെ മാസ് മാനുഫാക്ചറിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഞങ്ങളുടെ ഈ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസത്തെ ഒരു ട്രയൽ ജേർണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഇത് വർക്കൗട്ട് ആവാൻ പോകുന്നില്ല എന്ന്. 8 മാസവും വേസ്റ്റ് ആയി. അതിനെ വെച്ച് കിട്ടിയ ലേണിങ്സ് എല്ലാം ഞങ്ങൾക്ക് വേസ്റ്റ് ആയി. ഈ 8 വർഷത്തെ ഒരു ജേർണി ആയിട്ട് ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്നും എല്ലാവരും ഞങ്ങൾ ചോദിക്കുക എന്നാ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള വിഷയമായിരുന്നു. അത് പൊക്കി എടുത്തോണ്ട് അത് റെഡി ആക്കണം. വീണ്ടും ഈ 8 മാസം എടുക്കുമോ അതോ 1 വർഷം എടുക്കുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്. നമുക്ക് ഒരു ഐഡിയ ഇല്ല. ലൈക്ക് നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് വേണം നമ്മളിനി അത് ഐഡിയേറ്റ് ചെയ്തെടുക്കാൻ. നമ്മളിപ്പോൾ ഒരു ഡിസൈൻ കൊണ്ടുവന്നാൽ അത് ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കും, പക്ഷെ അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അപ്പോഴത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ കൺസ്യൂമറിന് ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് സോൾവ് ചെയ്യായിരിക്കും. പിന്നെ ആ ലേറ്റർ ഡൗൺ ദ ലൈനാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ നമ്മൾ ഈ വെച്ചേക്കുന്ന സൊല്യൂഷൻ വർക്കായി, ബട്ട് ഈവൻ ദോ ലൈക്ക് അത് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഉപയോഗിക്കുമ്പോഴും അതൊരു യൂസർ ഫ്രണ്ട്ലി ആവുക എന്നുള്ളത് തന്നെയായിരുന്നു നിങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അതെ.